നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ ഏറെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നൈജീരിയൻ തീരത്ത് കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ഹോങ്കോങ് കപ്പലിൽ 18 ഇന്ത്യൻ ജീവനക്കാരുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നൈജീരിയൻ തീരത്ത് നിന്നും കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ഹോങ്കോങ് കപ്പലിൽ 18 ഇന്ത്യൻ ജീവനക്കാരും ഉൾപ്പെടുന്നുള്ള വാർത്ത പുറത്തേക്ക് വരുമ്പോൾ പ്രവാസ ലോകം മാത്രമല്ല കേരള ജനത പോലും ഞെട്ടിയിരിക്കുകയാണ്. നൈജീരിയൻ തീരത്തിനടുത്ത് വെച്ചാണ് കടൽക്കൊള്ളക്കാർ കപ്പൽ തട്ടിയെടുത്തതെന്നാണ് ലഭ്യമാകുന്ന വിവരം. മേഖലയിൽ കപ്പലുകളുടെ നീക്കം നിരീക്ഷിക്കുന്ന ഏജൻസിയായ ARX മാരിടൈം ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വിവരം അറിഞ്ഞയുടനെ നൈജീരിയയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം നൈജീരിയൻ അധികൃതരുടെ സഹായം തേടിയതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ പറയുകയുണ്ടായി. ആകെ 19 പേരാണ് കപ്പലിലുണ്ടായിരുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിൽ 18 പേര് ഇന്ത്യക്കാരാണ്. എന്നാൽ മലയാളികളുടെ സാന്നിധ്യം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ചൊവ്വാഴ്ചയാണ് കപ്പൽ തട്ടിക്കൊണ്ടുപോയതെന്ന് ഏജൻസി തങ്ങളുടെ വെബ്സൈറ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതേസമയം കപ്പലിൽ ഇന്ത്യക്കാരുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ഇന്ത്യൻ എംബസി നൈജീരിയൻ അധികൃതരെ സമീപിക്കുകയും സഹായം തേടുകയും ഉണ്ടായി. 19 ജീവനക്കാരെ ബന്ദിയാക്കിയെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് വാർത്ത പുറം ലോകം അറിഞ്ഞത്. ഡിസംബർ 3-നാണ് ഹോങ്കോങ് പതാകയുള്ള VLCC നാവേ കൺസ്റ്റലേഷൻ എന്ന എണ്ണ ടാങ്കർ ജീവനക്കാർ സഹിതം കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയതായുള്ള വാർത്ത പുറത്തേക്ക് വന്നത്. നൈജീരിയയിലെ ബോനി ദ്വീപിന് തെക്ക് 100 നോട്ടിക്കൽ മൈലും ബയാക്കോ ദ്വീപിന് 105 നോട്ടിക്കൽ മൈലും അകലെ വെച്ചാണ് സംഭവം നടന്നിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയ കപ്പലിന്റെ സഞ്ചാരപാത ARX മാരിടൈം നിരീക്ഷിച്ചു വരികയാണ്. പൗരന്മാരുടെ വിവരങ്ങളും മോചനവും സംബന്ധിച്ച് നൈജീരിയയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട്. നാവോയിസ് ടാങ്കേഴ്സ് മാനേജ്മെന്റ് എന്ന മാരിടൈം സ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിലുള്ള എണ്ണ ടാങ്കറാണ് നാവേ കൺസ്റ്റലേഷൻ തട്ടിക്കൊണ്ടുപോയതായുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ഇതിലൂടെ കപ്പലിലകപ്പെട്ട ഇന്ത്യക്കാരെ രക്ഷിക്കാൻ സഹായം നൽകണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും പ്രാർത്ഥനയോടെയാണ് കേരളം അവരെ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.